എന്റെ അറിവില് ഒരു മോനുണ്ട് എന്നാണ് എനിക്ക് അറിവിലുള്ളത്. മോളെ കാര്യം എനിക്കറിയില്ല. മോനല്ല, ഒരു മോളുണ്ട്. 17 വയസ്സുണ്ട്. പിന്നെ നന്നു എന്നാ പേര്. അതേപോലെ തന്നെ പുള്ളിക്കാർക്ക് എത്ര വയസ്സുണ്ടെന്നാ പറഞ്ഞത്? എങ്ങനെ? പുള്ളിക്കാരന് എത്ര വയസ്സുണ്ടെന്നാ പറഞ്ഞത്? എത്രാമത്തെ ബർത്ത്ഡേക്കാണ് ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തത്? മറ്റേ ഇതില്ലേ 17 അതൊന്നും വന്ന റൂമൊക്കെ കൊടുക്കണ്ട. എനിക്ക് ഞാൻ സൂസൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇപ്പൊ എനിക്ക് കേസ് നടക്കുന്നില്ല, എനിക്ക് എത്തുന്നെനിക്ക് അത് കയറി അങ്ങനെ പറയാൻ പറ്റത്തില്ല. എനിക്ക് ഒരു മാർഗ്ഗമില്ല. എന്റെ കരിയർ എന്താ നശിച്ചു. ഞാൻ ഇനിയിപ്പോ സൂസൈഡ് ചെയ്യാൻ പോവാം. സീരിയസ് ഞാൻ പറയില്ല. ഇത്രയും നിന്നെ ഹെൽപ്പ് ചെയ്തു. എന്ത് ഹെൽപ്പ് ചെയ്തു? എന്നെ എത്രയും നശിപ്പിച്ചിട്ട് ഹെൽപ്പ് ചെയ്തതല്ലേ. സജന, റസൂൽ പൂക്കുട്ടി, ഫിറോസ്, ഞാൻ പറഞ്ഞില്ലേ നമുക്കിതൊരു സീരിയലായിട്ട് തുടങ്ങാം. ഏഷ്യാനെറ്റില് ഒരു സീരിയലായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല റേറ്റിംഗ് കിട്ടും. അമ്മാതിരി കാര്യങ്ങളുണ്ട് ഇതില്. അവിഹിതം, കുത്തിത്തിരിപ്പ്, പരസ്പരം പാരവെക്കല്, ചളിവാരിയറിയല്, വലിച്ചു കീറി ഒട്ടിക്കല്, കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ അതേ മൈനർ ആയിട്ടുള്ള ഒരു പെങ്കൊച്ചിന്റെ വോയിസ് വരെ പുറത്തു വന്നിട്ടുണ്ട്. സോ നിങ്ങൾ ഇത് സീരിയലായിട്ട് അങ്ങ് തുടങ്ങ്. അപ്പൊ പിന്നെ കുടുംബ പ്രേക്ഷകർക്കും ഒരു എന്റർടൈൻമെന്റ് ആയി, കാണുന്ന ആൾക്കാർക്കും ചിരിക്കാനുള്ള ഒരു അവസരമായി. നിങ്ങളൊരു സീരിയലായിട്ട് അങ്ങ് ഇറക്ക്. നിങ്ങൾ 3 പേര് ഒരുമിച്ച് നിൽക്കുക, സീരിയല് പിടിക്കുക, എന്നിട്ട് അതങ്ങ് ഇറക്കുക. അപ്പൊ പിന്നെ ഓരോ എപ്പിസോഡും ആൾക്കാർക്ക് റിവ്യൂ ചെയ്യാനുണ്ടാവും. ഇങ്ങനെ ഡെയിലി വരുന്നതിനേക്കാളും ഭേദം നിങ്ങൾക്ക് സീരിയലായിട്ട് തുടങ്ങുന്നില്ലേ. അപ്പൊ ഒരു റവന്യൂ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ടാ ഒരെണ്ണം ഈ ഒരു കാര്യത്തിൽ വെടുപ്പല്ല. 3 ഒന്നിനൊന്ന് നമുക്ക് മെച്ചെന്ന് പറയാം. അതിപ്പം കള്ളാണെങ്കിലും ശരി, കഞ്ചാവാണെങ്കിലും ശരി, പെണ്ണാണെങ്കിലും ശരി, എന്ത് അവിഹിതം ആണെങ്കിലും ശരി, എല്ലാം ആണെങ്കിലും ശരി. പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഈ സംഭവം എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ആ കൊച്ചിന്റെയോ ഡീറ്റെയിലോ വെളിയിലെടുത്ത് തേങ്ങയാണ്. ഫസ്റ്റ് പുറത്തു വന്ന വോയിസില് ആ പെങ്കൊച്ചിന്റെ പേരടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഷെഫീന ബീവിയുടെ ചാനലിലാണ് ഈ സാധനം പുറത്തു വന്നത്. ആ പെങ്കൊച്ചിന്റെ പേരടക്കം, വീട്ടിൽ എത്ര ആൾക്കാരുണ്ട് എന്നടക്കം ഈ സജന എന്ന് പറയുന്ന മോള് പുറത്ത് വിട്ടിട്ടുണ്ട്. എന്നിട്ട് ന്യായം പറയുന്ന അവൾ അവിടെ ഇരുന്ന് സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് ആരെ വേണമെങ്കിലും വലിച്ചിട്ട് നശിപ്പിക്കും ഈ സ്ത്രീ. മോളാണ് പോലും. തേങ്ങയാണ്, തേങ്ങ. ആ പെങ്കൊച്ച് ആ ഡയലോഗിൽ അങ്ങ് വീഴുകയും ചെയ്തു, എല്ലാ കാര്യങ്ങളും അങ്ങ് പറയുകയും ചെയ്തു. ഇവൾ അതെടുത്തിട്ട് ഷെഫീന ബീവിക്ക് അയച്ചു കൊടുത്തു. ആ പെങ്കൊച്ചിന്റെ പേരടക്കം എടുത്ത് പുറത്തിട്ടു. ഇതൊക്കെ സത്യമാണെങ്കിൽ നിനക്ക് ഒളുപ്പുണ്ടോളോ ഫിറോസെ വന്നിരുന്ന് മെഴുകി ന്യായീകരിക്കാൻ? ഇപ്പൊ പുറത്തു വരുന്ന വീഡിയോസിലൊക്കെ ഫിറോസ് ഖാനെ ഒന്ന് കാണണം. എന്താ എളിമ, എന്താ പാവം, എന്താ സൗമ്യത. അഭിനയിക്കാൻ തന്നെ കഴിഞ്ഞിട്ടേ ഉള്ളടോ ആൾക്കാര്. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ തമ്മിൽ എന്തായിരുന്നു എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എത്ര നാളത്തെ റിലേഷൻഷിപ്പ്, എന്തൊക്കെയായിരുന്നു, എങ്ങനെയായിരുന്നു, എങ്ങനെ പരിചയപ്പെട്ടത്, ഉള്ള കാര്യങ്ങൾ എനിക്കറിയാം. മെസ്സേജ് വേണ്ട, സംസാരിച്ചു കഴിഞ്ഞാലല്ലേ ഇതൊക്കെ എടുത്ത് പുറത്തിടാൻ പറ്റത്തുള്ളൂ. മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പറയും ഫേക്ക് ആണ്, അതുകൊണ്ട് ആൾക്കാർ വിശ്വസിക്കത്തില്ല. ഇതാകുമ്പോ ആൾക്കാരെ വിശ്വസിക്കല്ലോ. ഇനി ഇത് സത്യമാണോ എന്ന് ആർക്കറിയാം? വേറെ ആരെങ്കിലും ഒക്കെ ഏർപ്പാടാക്കിയിട്ട് മനഃപൂർവ്വം ചെയ്യിക്കുന്ന ഒരു വോയിസ് ആണെങ്കിലോ? കാരണം ഈ സ്ത്രീയെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാ. ഹലോ, വീട്ടിലാണോ? രാവിലെ വിളിച്ചാൽ മതി. ഹോട്ടലിന്റെ ഡീറ്റെയിൽസ് എനിക്ക് ഹോട്ടലിന്റെ വിഷ്വൽ വീഡിയോസ് കിട്ടിയിട്ടുള്ളൂ. എനിക്ക് ഏത് പോകുന്നത്, ഏത് ഹോട്ടലാണെന്നുള്ളത് എനിക്ക് അറിയില്ല. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് പറയണം. എന്ത് പറഞ്ഞിട്ടാണ് എന്നെ നമ്മൾ കൊണ്ടുപോകുന്നത് എനിക്കറിയണം. ടെക്സ്റ്റായിട്ട് മെസ്സേജ് ഇട്ട് രാവിലെ നമുക്ക് സംസാരിക്കാം കേട്ടോ. ടെക്സ്റ്റ് ചെയ്തോ. പിന്നെ എപ്പോഴാണ് പരിചയപ്പെട്ടത്? മൂന്ന് സംഭാഷണമുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് നോക്കിയിട്ടാക്കാം. മോളുടെ നിങ്ങൾ സംസാരിക്കുന്ന മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ
ഒരെണ്ണമെങ്കിലും. അത് എനിക്ക് വേണ്ടിയില്ല, വേറൊന്നുമല്ല. എനിക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ഞാൻ വല്ലാതെ സത്യം അർത്ഥസത്യം ഞാൻ പറയുക. മക്കളെ സത്യം, എന്റെ മക്കളെ സത്യം ഒരു ഫോട്ടോ പോലും ഇതിന്റെ വെളിയിൽ പോകില്ല. മക്കളെ സത്യം ഒരു ഫോട്ടോ പോലും വെളിയിൽ പോകത്തില്ല. തേങ്ങയാണ്. ആ കൊച്ചിന്റെ പേരടക്കം ഈ സ്ത്രീ കാരണം പുറത്തു വന്നിട്ടുണ്ട്. എന്നിട്ടാണ് ഇമാതിരി ഡയലോഗ് പറയുന്നത്. ഉളുപ്പുണ്ടോ സ്ത്രീ നിങ്ങൾക്ക്? കുറച്ചെങ്കിലും ഉണ്ടോ? എവിടെ? അതുണ്ടായിരുന്നെങ്കിൽ ഇമാതിരി പണി കാണിക്കത്തില്ലല്ലോ. അത് ഞാൻ ഒരു ഫോട്ടോ പോലും ഇല്ല അവിടെ. ഒരു ഫോട്ടോ പോലും അവിടെ ഇല്ല. ഹലോ ഹലോ, ഒരു ഫോട്ടോ പോലും ഇവിടെ ഇല്ല. കത്ത് നോക്കിയിട്ട് പറയാം. ഞാനേ അന്ന് ഈ ഫോണല്ലാതെ യൂസ് ചെയ്യുന്നത്, വേറെ ഫോണായിരുന്നു. ഞാൻ ഈ ഫോണിന് മാറി. ഗാലറി കാണും, ഓർമ്മയിൽ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ തമ്മിലുള്ള ഫോട്ടോ ഞാൻ വളരെ ഒരിക്കലും ഞാൻ പബ്ലിക് വെച്ച് കൊടുത്തിട്ടില്ല. അതൊരിക്കലും ഞാൻ മേടിക്കണ്ട. അതിപ്പോൾ നിർണ്ണയമാക്കാം. അങ്ങനെ ആണെങ്കിൽ എനിക്കിപ്പോൾ വേണമെങ്കിൽ പോലും പബ്ലിക്കിൽ എടുത്തിട്ട് എനിക്ക് സുഖമായിട്ട് പറയാൻ പോകാം എങ്ങനെയാണെന്നുള്ളത്. ഞാൻ പറയാത്തത് ഞാൻ പറഞ്ഞില്ലേ, ഫോട്ടോ ബാക്കിയുള്ളവരെല്ലാം ഞാൻ വലിച്ചു ബാക്കി അതിന് കുറെ ലിസ്റ്റുകളുണ്ട്, എല്ലാവരും പക്ഷെ ബാക്കിയുള്ളവരെല്ലാം ഞാൻ വലിച്ചു. ഹലോ, ഇപ്പോഴാണ് ഞാൻ എന്റെ പ്രശ്നമൊക്കെ നോക്കിയത്. ഞാൻ കുറച്ച് സോഷ്യൽ മീഡിയ ഞാൻ ആക്റ്റീവ് ആണ്. ഞാൻ ഇയാളെ തിരിഞ്ഞെന്ന് പറഞ്ഞിട്ട് അയാൾ പോയിട്ട് എടാ എന്നെ തന്നെ പഠിച്ചത് ആദ്യത്തെ ഭാര്യ ഡിവോഴ്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴാണ് ഞാനും അത് അറിയുന്നത്. ഈ രജിസ്റ്റർ മാരേജ് പോലും ഇല്ലീഗൽ. ഹലോ 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 ഹലോ, ആ കേൾക്കുന്നുണ്ടോടാ? ഈ രജിസ്റ്റർ മാരേജ് പോലും ഇല്ലീഗലാണ്. അതായത് പുള്ളി തന്നെ കേൾക്കും. വർഷം എത്ര കഴിഞ്ഞു, എന്നിട്ട് ഇപ്പോഴാണോ സജനയ്ക്ക് മനസ്സിലാവുന്നത് ആദ്യ ഭാര്യനെ ഡിവോഴ്സ് ചെയ്യാതെയാണ് എന്നെ കല്യാണം കഴിച്ചെന്നുള്ളത്? കഷ്ടടേ. ഇങ്ങനെ ഇരുന്ന് കള്ളം പറഞ്ഞ് മെഴുകാവോ സജന? വർഷം കുറെ ആയില്ലേ അങ്ങയുടെ കൂടെ ജീവിക്കുന്നത്. എന്നിട്ട് ഇപ്പോഴാണോ സജനയ്ക്ക് മനസ്സിലായത്? ഇപ്പോഴാണ് ആദ്യ ഭാര്യനെ ഡിവോഴ്സ് ചെയ്യാതെയാണ് എന്നെ കല്യാണം കഴിച്ചത് എന്നുള്ളത്. റസൽ പൂക്കുറ്റിയുടെ ഭാര്യ ചത്തുവാണെങ്കിൽ ചത്തുപോട്ടെ, എനിക്ക് പൈസ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ മുതലാണ് ഇവിടെ ഇരുന്നിട്ട് ഈ മാതിരി ഡയലോഗ് പറയുന്നത്. ആക്ട്രസ് അല്ലേ, പല കാര്യങ്ങളും പല എക്സ്പ്രഷൻ കാണിക്കുന്ന ആക്ട്രസ്. ഇവ കരഞ്ഞതല്ല, കരച്ചിലൊക്കെ സജനങ്ങൾ നീക്കി വെച്ചിരിക്കുക. ഇപ്പൊ അടുത്ത കോൺട്രവേഴ്സി, അടുത്ത വീഡിയോ. എളുപ്പ് എന്ന് പറയുന്ന സാധനം ഇല്ല എന്നുള്ളത് ഇങ്ങനെ വന്നിരുന്ന് മെഴുകുമ്പോ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും. കാരണം കുറച്ചെങ്കിലും മനസാക്ഷി കുത്ത് ഒളുപ്പ് നാളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും കാര്യങ്ങൾ പുറത്തു വന്നപ്പോ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് മെഴുകാൻ പറ്റത്തില്ല. അതില്ലാത്തതിന്റെയാണ് ഈ കാണുന്നത്. വന്നിട്ടുണ്ടല്ലോ ദിയ, താങ്ക് യു സോ മച്ച്. കാരണം ദിയയുടെ പേരിൽ ഞാനും അദ്ദേഹം ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ റിജക്ട് ചെയ്ത് അവിടെ പറഞ്ഞിരിക്കുന്നത് ദിയാസനയ്ക്ക് അങ്ങനെ ഒരു വോയിസ് റെക്കോർഡും കാര്യങ്ങളും ഒന്നും ദിയയുടെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം വീണ്ടും ദിയ ഞങ്ങൾക്ക് തെളിവ് സഹിതം കൊണ്ടിട്ട് തരുവാണ്. ദിയയുടെ കയ്യിൽ ഞങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള വോയിസ് റെക്കോർഡുകൾ, ഞങ്ങളുടെ പല കാര്യങ്ങളും ദിയയുടെ കയ്യിലുണ്ടെന്നുള്ള തെളിവുകൾ നിങ്ങൾക്ക് എനിക്ക് മനസ്സിലായേക്കണം. ഫിറോസ് ഖാൻ ഒരു വോയിസ് റെക്കോർഡ് കൊണ്ട് ഇറക്കുന്നു, എന്റെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം. അത് പഠിച്ചു ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പറ്റിയൊരു മണ്ടത്തരമാണെന്ന് ഞാൻ അത് തുറന്നു പറഞ്ഞു. പേഴ്സണൽ കാര്യം പേഴ്സണൽ ആയിട്ട് വെക്കാതെ റെക്കോർഡ് ചെയ്തിട്ട് കണ്ടവന്മാർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? പേഴ്സണൽ കാര്യമാണെങ്കിൽ പേഴ്സണൽ ആയിട്ട് വെക്കണമായിരുന്നു. അല്ലാണ്ട് വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് ഇവനൊക്കെ അയച്ചു കൊടുക്കല്ലായിരുന്നു വേണ്ടിയിരുന്നത്. എന്റെ ഫ്രണ്ട്സിനെ വിശ്വസിച്ച് ഞാൻ ഇട്ടുകൊടുത്ത സാധനമാണ് പുറത്തു വന്നത്. ഇപ്പൊ റസൂലിക്ക അവരോട് സംസാരിച്ച സാധനം റെക്കോർഡ് ചെയ്തിട്ട് അതിട്ടേക്കുന്നു. ഞങ്ങൾ തമ്മിലുള്ള ആർഗ്യുമെന്റ്സ്, ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ തമ്മിലുള്ള ആർഗ്യുമെന്റ്സ് അങ്ങ് എക്സ്ട്രീം ലെവലിൽ. ആദ്യത്തെ വോയിസ് റെക്കോർഡിന് അത്രയൊന്നും ഇല്ലെന്ന് സത്യം പറഞ്ഞല്ല, അല്ലെ? അത്രയും ഈ സംസാരങ്ങൾ വരെ ഞങ്ങൾ പേഴ്സണലായിട്ട് സംസാരിച്ച വോയിസ് റെക്കോർഡ് ഇറങ്ങിയത്. അപ്പം ഏഷ്യക്ക് ഇക്ക പറഞ്ഞ കുറെ മാറ്റർ, ഇത് കുറെ പഴയതാട്ടോ. ആ സമയത്ത് എന്റെ വോയിസ് റെക്കോർഡ് ഇറങ്ങി. എന്താ വെളുപ്പിക്കല്? അത് സ്വന്തം വെളുപ്പിക്കാനല്ല, ഇക്കനെ കൂടെ വെളുപ്പിക്കാനാ നോക്കുന്നത്. നാണോ ഇല്ലാത്തവൻ. സ്വന്തം ഭാര്യക്ക് അസുഖമായിട്ട് അവര് ഇതായിട്ട് കിടക്കുന്നു,
ഈ നാറി കണ്ട പെണ്ണുങ്ങളൊക്കെ ആയിട്ട് അവിഹിതം കൊണ്ട് നടക്കുന്നു. എടാ ഉളുപ്പുണ്ടടാ. എടാ നിനക്ക് വേണ്ടെങ്കിൽ ഡിവോഴ്സ് ചെയ്തിട്ട് പോടാ. എന്തിനാ അവരെയും തന്റെ കൊച്ചുങ്ങളെയും കൂടെ ഇങ്ങനെ പറയിക്കുന്നേ? എന്തിനാ? സാധനം തന്നെയാണ്. ഇനി നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന ദിവസം പൂക്കുട്ടി ഇപ്പൊ അടുത്ത് വന്ന് വോയിസ് റെക്കോർഡ് സച്ചിനയ്ക്ക് പകരം ഇട്ടു എന്ന് പറഞ്ഞ കുറെ ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഒരു വോയിസ് റെക്കോർഡ് അല്ല. അദ്ദേഹം വന്നൊരു ലൈവോ അല്ലെങ്കിൽ അദ്ദേഹം ഒരു വീഡിയോ ഒന്ന് ചെയ്യട്ടെ ഇപ്പം. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ ഞങ്ങൾ കുറെ പേഴ്സണായിട്ടുള്ള ഫോട്ടോസ് എന്നെല്ലാം പറയുമ്പോൾ നിങ്ങൾ വേറെ രീതി ചിന്തിക്കേണ്ട. ഞങ്ങൾ രണ്ടും ഒരുമിച്ച് ചിന്തിക്കുന്ന ഫോട്ടോസ് ലീക്ക് ആയിട്ടുണ്ടല്ലോ, അത് പിന്നെ ഞങ്ങളുടെ വോയിസ് റെക്കോർഡുകൾ ആര് ലീക്കാക്കി? സജന ലീക്കാക്കി. എന്നിട്ട് ഇരുന്ന് അങ്ങ് പറയുന്നേട്ടില്ലേ ലീക്കായിട്ടുണ്ടല്ലോ. നീ തന്നെ ലീക്കാക്കിയിട്ട് നീ തന്നെ ഇങ്ങനെ പറയാൻ തന്നെ കുഴപ്പമുണ്ടോ പെണ്ണുമ്പിള്ളെ? ഞങ്ങളുടെ കുറെ തെളിവുകൾ ഇതെല്ലാം ഇവിടെ പറയുന്നുണ്ട്. ദിയാസന, ആൻമരിയ, പിന്നെ വീണ നായർ ഇതുപോലെ തന്നെ ഓരോരുത്തർ വിളിച്ചിട്ടുണ്ട്. ഇതിന്റെ തെളിവുകൾ എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ലാത്ത വീണ നായർ എന്നെ ചെറിയ വന്നിട്ടുണ്ട്. ഇനി ഈ നാളെ കേസിലേക്ക് വീണ നായരും കൂടെ വരാത്തതിന്റെ കുഴപ്പമേ ഉള്ളൂ. ബാക്കി എല്ലാം ആയി. എന്തുവാടെ ഈ അവിഹിത യൂണിവേഴ്സിൽ ഓരോ ദിവസം കഴിയുന്നിടത്തോളം ഓരോ ആൾക്കാർ കൂടിക്കൂടി വരുന്നു. കേൾപ്പിച്ചപ്പോൾ ഉള്ള ട്രിഗറിലാണ് ഞാൻ ഇക്കാലത്ത് നടന്ന പാർലമെന്റ് ഞങ്ങൾ തമ്മിലുള്ള വഴക്കാണ് ആദ്യം കേട്ട വോയിസ് റെക്കോർഡ്. മനസ്സിലായല്ലോ? അപ്പൊ ഞങ്ങളുടെ ഇടയ്ക്ക് നിന്ന് കളിച്ച് ഇത് മൊത്തം റെക്കോർഡ് ചെയ്യണമെങ്കിൽ വെൽ പ്ലാൻഡ് അല്ലേ ഇവര്? അതായത് നെക്സ്റ്റ് ഞങ്ങളെ ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ ഞങ്ങളെ ഇത് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ ഇതുപോലെ ഞങ്ങളെ ഇതിനകത്ത് ആക്കണമെങ്കിൽ ഇവർക്ക് ഞങ്ങൾ തക്കതായ ഭാഷയുണ്ടല്ലോ, ദേഷ്യമുണ്ടല്ലോ. അതിനുള്ള കാരണമാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. അവർക്കൊന്നും അല്ല എന്റെ അടുത്ത് ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം തർക്കിച്ചതും എന്റെ വീട്ടിൽ അതൊന്നും വന്ന് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ഇല്ലീഗൽ സാധനങ്ങളെല്ലാം പറഞ്ഞ എന്റെ തീയക്കുള്ള ദീ ആണ് ഇവരെല്ലാം ഇളക്കി ഉണ്ടാക്കി കൊണ്ട് വന്നിട്ടുള്ളത്. അപ്പം വേറൊന്നും അല്ല, നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടും കാര്യമില്ല. കാരണം എന്താന്ന് അറിയാം, നിങ്ങളുടെ വീട്ടുകാര് ഫുൾ സപ്പോർട്ടാണ്. നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം അബോർഷന്റെ കാര്യം വന്നപ്പോ പോലും വീട്ടുകാർ ഇത് കളോ 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 എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞ മുതലാണ് നിങ്ങളുടെ വീട്ടുകാരും. അതുകൊണ്ട് വീട്ടുകാരുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കുന്നുള്ള ഡയലോഗ് ഒന്നും ഇവിടെ വേണ്ട. മോളെ തുള്ളുന്ന എല്ലാ താളത്തിനും തുള്ളുന്ന വീട്ടുകാരല്ലേ, അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെയാണേലും പൈസ കിട്ടിയാൽ മതി എന്നുള്ള മൈൻഡ് സെറ്റ് ഉള്ള വീട്ടുകാരാണ് നിങ്ങളത്. കഷ്ടം. പരസ്പരം ചളി വാരി എറിയാൻ വേണ്ടിട്ട് ഇങ്ങനെ യൂട്യൂബും തുറന്ന് വെച്ച് അങ്ങ് ഇരിക്കുവാണ് സജനയാണെങ്കിലും ബാക്കിയുള്ള ആൾക്കാരാണെങ്കിലും. നിങ്ങൾക്ക് ഇത് പരസ്പരം ചളിവാരലാണെങ്കിലും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്ക് ഇതൊരു തരം അരിയാണ്, അത്രേ ഉള്ളൂ. അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. കാരണം ജീവിക്കേണ്ടത് നിങ്ങളുടെ മക്കളുമാണ്. ഇൻ ഫ്യൂച്ചറിൽ മക്കളുടെ അടുത്ത് പോയിട്ട് ആരേലൊക്കെ ചോദിക്കും നിന്റെ തള്ള അങ്ങനെയല്ലേ എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ശരി എന്നാ.